സജ്ജനങ്ങളെ എല്ലാവർക്കും സംഗീത അർച്ചനയിലേക്ക് ആത്മീയ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. പരിപാവനമായ ഈ ക്ഷേത്രാങ്കണത്തിൽ, ശ്രീ മഹാദേവൻ്റെ ക്ഷേത്രാങ്കണത്തിൽ ഒരു കൊച്ചു പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. അതിന് അവസരമൊരുക്കി തന്ന ശ്രീ രാജേഷ് സാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും ഉള്ള നന്ദി ആദ്യമേ തന്നെ അറിയിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം ബംസിധർ പള്ളിമൺ, അത് ഞാൻ തന്നെയാണ്. സംഗീത അധ്യാപകനായി റിട്ടയർ ചെയ്ത് ഇപ്പോൾ വീട്ടിൽ ഓൺലൈൻ ക്ലാസ്സുകളും മ്യൂസിക് ക്ലാസ്സുകളൊക്കെ ആയിട്ട് കഴിയുന്നു. ചെറിയ തോതിലൊക്കെ ആത്മീയ പ്രഭാഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന കലോത്സവ പ്രതിഭകളായിട്ടുള്ള രണ്ട് കുഞ്ഞു കലാകാരന്മാരാണ്. സംഗീതം, വയലിൻ, കീബോർഡ്, നൃത്തം, ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള കൊച്ചു കൂട്ടുകാരാണ്. എൻ്റെ ശിഷ്യനും കൂടിയാണ്. യാദവ് പള്ളിമൺ നമ്മുടെ കൂട്ടുകാരനായ ബിനുവിൻ്റെയും ശ്രീമതി രജിതയുടെയും മകനാണ്. സംഗീതം, വയലിൻ, കീബോർഡ്, ഹാർമോണിയം, ചെണ്ട, കഥാപ്രസംഗം, കരകൗശലം, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിലാണ് അദ്ദേഹത്തിന് കഴിവുള്ളത്. അങ്ങനെയുള്ള പ്രതിഭാധനനായ ഒരു കൊച്ചുകൂട്ടുകാരനാണ്. അദ്ദേഹമാണ് ഇന്ന് പാട്ട് പാടുന്നുണ്ട്, ഹാർമോണിയം വായിക്കുന്നുണ്ട്, കീബോർഡ് വായിക്കുന്നുണ്ട്, വയലിൻ വായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കൊച്ചു കൂട്ടുകാരി ഗാർഗി വിശ്വനാഥ് മുഖത്തല, ശ്രീ വിശ്വനാഥൻ സാറിൻ്റെയും ശ്രീമതി ലേഖയുടെയും മകളാണ്. മുഖത്തല NSS സ്കൂളിൽ പഠിക്കുന്നു. സംഗീതം, വയലിൻ, കീബോർഡ്, കവിതാലാപനം, നൃത്തം, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് കലാകാരിയാണ്. ഇവരെ രണ്ടുപേരും ഇന്നിവിടെ ഗാർഗി വിശ്വനാഥ് പാടുന്നു. ഈ സംഗീത സദ്യയിൽ ആദ്യത്തെ പാട്ടാണ് നമ്മുടെ കൊച്ചു കലാകാരി പാടുന്നത്. അപ്പോൾ ആ കൊച്ചു കലാകാരിക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകൾ ശ്രോതാക്കൾ നേരുക. അതുപോലെ നമ്മുടെ യാദവ് പള്ളിമണ്ണിന് എല്ലാവരും ആശംസകൾ നേരുക. വളർന്നു വരുന്ന കുഞ്ഞു കലാകാരന്മാരാണ് ഇവർ. അവരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അടുത്തത് ശ്രീമാൻ ഉണ്ണി മയ്യനാട്. അദ്ദേഹം പ്രശസ്ത റിതം പാഡ് കലാകാരനാണ്. അനവധി ഗാനമേളകളിലും ഭജനകളിലും സംഗീത സസ്യങ്ങളിലും ഒക്കെ പങ്കെടുത്ത ഒരു മഹാനായ കലാകാരനാണ്. അദ്ദേഹത്തിന് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം എല്ലാ സജ്ജനങ്ങളെയും ഈ സംഗീതാർച്ചനയിലും അതുപോലെ പ്രഭാഷണത്തിലും പങ്കെടുത്ത് എല്ലാം വിജയപ്രദമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക.
एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्. ഒറ്റക്കൊമ്പിൽ തുമ്പിക്കൈയിൽ പുടവയുടെ സ്വർണ്ണവർണ്ണമാർന്ന ശരീരം ആയിട്ടുള്ള ശ്രീ മഹാഗണപതി ഭഗവാൻ നമ്മുടെ പള്ളിമൺ മഹാദേവ ക്ഷേത്രത്തിൽ കുടികൊണ്ട് നമ്മയെല്ലാം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നമ്മുടെ ഈ വേദിയിലെത്തി നമ്മുടെ ഈ പ്രഭാഷണ പരിപാടിയിൽ സംഗീതാർച്ചനയിൽ മംഗളമാക്കി തരുവാൻ പ്രാർത്ഥിക്കുന്നു. सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. വാക്കിന്റെ ദേവതയെ നാക്കിൽ കുടികൊണ്ട് ഈ വേദിയിൽ നടക്കുന്ന സംഗീതാർച്ചനയും പ്രഭാഷണവും മംഗളമാക്കി തന്നെ ദേവി അതിനായി പ്രാർത്ഥിക്കുന്നു. ഗുരുബ്രഹ്മ गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः. അറിവ് പ്രകാശം, ആ പ്രകാശം ചൊരിയുന്ന ഗുരുനാഥനാണ് ലോകത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠം. ഉറുമ്പ് മുതൽ സ്ഥാപന ജംഗമങ്ങളായ എല്ലാ ഗുരുനാഥന്മാർക്കും നമസ്കാരം. ഈ വേദി സമ്പന്നമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശാന്തസ്വരൂപി സർവലോകത്തിനും നാഥനും ലക്ഷ്മീകാന്തനുമായ അലയോ വിഷ്ണുദേവ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശിവം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശാന്തസ്വരൂപനായ മഹാദേവൻ, കാരുണ്യവാനായ മഹാദേവൻ, നാദസ്വരൂപനായ മഹാദേവൻ, പ്രണവസ്വരൂപനായ മഹാദേവൻ നമ്മെല്ലാം
അനുഗ്രഹിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. വർഷം മുമ്പുള്ള പുകഴ്പെറ്റ തമിഴകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്, ആന്ധ്ര, നമ്മുടെ കേരളം, ആന്ധ്രയുടെ കുറച്ച് ഭാഗങ്ങൾ, ഇത്രയും ചേർന്നിട്ടാണ് തമിഴകം എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരുണ്ട്, കരുനാടകം. അവിടെ 5 തിണകളിലായി താമസിച്ചിരുന്ന ജനങ്ങൾ കുറിഞ്ചി, മുല്ലൈ, മരുതം, പാലൈ, നെയ്തൽ. മുരുകനും മായോനും കൊറ്റവയും കടലോനും രക്ഷകൻ. വട്ടിയിൽ മാനിറച്ചിയുമായി കുറിഞ്ചി നിലത്തിലെ കുറവൻ മരുത നിലം നോക്കി പോകുന്നു. മരുത നിലം നോക്കി പോകുന്നു. നെയ്തൽ നിലത്തിലെ മീനവർ ഉപ്പും മീനും കയറ്റിയ കാളവണ്ടികളുമായി മരുത നിലം നോക്കി പോകുന്നു. മരുത നിലത്തിലെ മനോഹരമായ വീടുകളിൽ താമസിക്കുന്ന ഉഴവർ അവർക്ക് ധാന്യങ്ങളും പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും ഒക്കെ നൽകി യാത്രയാക്കുന്നു. ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. ഈ സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് കുട്ടി സമ്പ്രദായം. ഇന്ന് നമുക്ക് നിലനിൽക്കുന്നത് ജാതി സമ്പ്രദായം. 3500 വർഷം മുമ്പ് നമ്മുടെ ഈ നാട്ടിൽ നിലനിന്നത് കുട്ടി സമ്പ്രദായം. കുട്ടി സമ്പ്രദായം തൊഴിലിനെ ആധാരമാക്കിയുള്ളതാണ്. എന്ത് തൊഴിലും ആർക്കും ചെയ്യാം, വിദ്യാഭ്യാസം ചെയ്യാം, സ്വതന്ത്രമായി നടക്കാം, എല്ലാ തരത്തിലും നമുക്ക് സ്വാതന്ത്ര്യം. അതാണ് കുട്ടി സമ്പ്രദായം. അങ്ങനെ കുറിഞ്ചി തിണയിലെ ജനങ്ങൾ അവരുടെ ദേവനെ പ്രാർത്ഥിക്കുന്നു, മുരുകനെ പ്രാർത്ഥിക്കുന്നു. ആ ഗാനം നമുക്ക് കേൾക്കാം. ആനന്ദരാഗത്തിൽ പാടിവ മുരുക,
അഴകിയ മയിലിൽ ആദിവ മുരുക ആനന്ദരാഗത്തിൽ പാടിവ മുരുക മയിലിൽ ആദിവ മുരുക മുരുക ആത്മീയ പ്രഭാഷണം. വളരെ മനോഹരമായ കഥയാണ് ആത്മീയ പ്രഭാഷണം. ആത്മ എന്ന് വെച്ചാൽ സ്വന്തം, ആത്മീയം എന്ന് വെച്ചാൽ തന്നെക്കുറിച്ച്, പ്രഭാഷണം എന്ന് പറഞ്ഞാൽ മധുരമായി സംസാരിക്കുക. പ്രഭാഷകൻ സ്വന്തം അറിവ്, ചിന്തകൾ, കാഴ്ചപ്പാടുകൾ തുടങ്ങിയവ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ശ്രോതാക്കൾ അവയൊക്കെ സ്വയം വിലയിരുത്തുകയും പുത്തൻ അറിവുകൾ പഠിച്ച് ശരിയോ തെറ്റോ എന്ന് ഉറപ്പുവരുത്തി സ്വന്തമായും നാട്ടിലും ദേശത്തും രാജ്യത്തും വിനിയോഗിക്കപ്പെടുമ്പോഴാണ് ആത്മീയ പ്രഭാഷണം അർത്ഥവത്താകുന്നത്. ആത്മീയ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് പ്രഭാഷകനും ശ്രോതാവും പാലിക്കേണ്ട ചില കടമകളുണ്ട്. ഒന്ന്, നിഷ്പക്ഷതയാണ്. ഒന്നിലോടും ഒരു ചായ്വും ഇല്ലായ്മ. അതാണ് ആത്മീയ പ്രഭാഷകന് ഒന്നാമതായി വേണം. രണ്ടാമത്, സാമൂഹിക പ്രതിബദ്ധത. പ്രഭാഷകനും ശ്രോതാവും നിഷ്പക്ഷമതികളായിരിക്കണം. അത് നമ്മുടെ ഗണപതി ഭഗവാനെ പോലെ വലിയ ചെവിയാണ്, എല്ലാം സ്വീകരിക്കുന്നു. വലിയ തുമ്പി, എല്ലാ നന്മതിന്മകളും സ്വീകരിക്കുന്നു. സൂക്ഷ്മമായിട്ടുള്ള നേത്രങ്ങളാണ്, വളരെ സൂക്ഷിച്ചും കണ്ടുമാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ നന്മ തിന്മകൾ അദ്ദേഹത്തിൻ്റെ വലിയ കുടവയറിൽ കിടന്ന് ദഹിച്ച് നന്മകൾ അദ്ദേഹം എടുക്കുകയും തിന്മകളെ കളയുകയും ചെയ്തു. അപ്പോഴാണ് നമ്മുടെ മുന്നിൽ ആ നന്മയുടെ മോദകം പ്രത്യക്ഷപ്പെടുന്നത്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ വളരെയേറെ നന്നായി നയിക്കുന്നു. അപ്പോൾ കാമ, ക്രോധ, ലോഭ, മോഹാദികളാകുന്ന എലികളുടെ ഒരു സ്വഭാവമാണ് അവിടെയും ഇവിടെയും
നിരന്തരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കാമ, ക്രോധ, ലോഭ, മോഹാദികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കാമ, ക്രോധ, ലോഭ, മോഹാദികളെ എല്ലാം അടക്കി നിർത്തുക എന്ന് പറയുന്നത് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ആ അറിവുള്ള ആൾക്ക് മാത്രമാണ് സാധിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? വ്യക്തി നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബം നന്നാവും. കുടുംബം നന്നായാൽ നാട് നന്നാവും. നാട് നന്നായാലോ ഈ രാജ്യം നന്നാവും. ഭാരതം, നമ്മുടെ ഭാരതം അത് നന്നാവും. ഭാരതം ഒരു പൂങ്കാവനമായി തീരും. வாழ்க வாழ்க ரத சமுதாயம் வாழ்க, வாழ்க வாழ்க ரத சமுதாயம் வாழ்க, ஜெய ஜெய ரத சமுதாயம் வாழ்க, ஜெய ஜெய ரத சமுதாயம் வாழ்க. സമുദായം வாழ்க, வாழ்க வாழ்க ரத சமுதாயம் வாழ்க, ரத சமுதாயம் வாழ்க. ശിവശങ്കരന്റെ കഥ പറയാതെ ഒരു ആത്മീയ പ്രഭാഷണം പൂർത്തിയാകുകയില്ല. ഭസ്മമെല്ലാം വാരിപ്പൂശിയ മനോഹരമായിട്ടുള്ള ദേഹം, ഭഗവാന്റെ മനോഹര രൂപം കണ്ടാൽ ആദ്യം കാണുന്നത് ശരീരമാസകലം ശവഭസ്മം വാരിപ്പൂശിയ മനോഹര ദേഹമാണ്. നശ്വരമായ മനുഷ്യ ജീവിതമാണ് അതിലൂടെ നാം കാണുന്നത്. ആത്മവിദ്യാലയമേ അവനിലാത്മവിദ്യാലയമേ മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമോടുവിൽ വഞ്ചിത നടുവിൽ മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമോടുവിൽ വഞ്ചിത നടുവിൽ ആത്മവിദ്യാലയമേ. ആ ചിതാഭസ്മമാണ് ഭഗവാൻ ശിവശങ്കരൻ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്നത്. നശ്വരമായ ജീവിതം. ഒരു ശ്വാസം അകത്തേക്ക് വലിച്ച് പുറത്തേക്ക് പോകും എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതാണ് നമ്മുടെ ഒരു നിമിഷത്തെ ജീവിതം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ജീവിതമാകെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതാണ് ആ ഒരു ഗാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ ശിവശങ്കരൻ്റെ ആ ഭസ്മ ലേപനത്തിലൂടെ. അദ്ദേഹത്തിന് ഒരു വാഹനമുണ്ട്, നന്ദികേശ്വരൻ. നന്ദികേശ്വരൻ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കാളയും കലപ്പയും കർഷകനും ഒക്കെ ഒരു നാളിൽ ഈ നാടിൻ്റെ ഐശ്വര്യമായി
നിലനിന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. തുമ്പികൾ തമ്പുരു മീട്ടും തൊടികളും ഇമ്പമാർന്നൊഴുകുന്ന പുഴയും പച്ചനൽ പാടവും ഉത്സവമേളവും പാട്ടും കളിയും ചിരിയും അങ്ങനെയുള്ള ഒരു പള്ളിമണി ദേശമുണ്ടായിരുന്നു. പാട്ടും കളിയും ചിരിയും പുഞ്ചപ്പാടവും പഞ്ചവർണ്ണ കളിയും ഒക്കെ തത്തിക്കളിച്ചിരുന്ന ഒരു നാട്. അതാണ് പ്രപഞ്ചത്തിൻ്റെ തുടി, സ്പന്ദനം. അതറിയാവുന്നവനാണ് കർഷകൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കർഷകന്റെ വേഷം കൂടിയിട്ടുണ്ട്, തുടിയന്റെ വേഷം. ഭഗവാന്റെ വേറൊരു പേരാണ് തുടിയൻ. ഭഗവാന്റെ സ്തുതിയാണ് തിരുമന്ത്രം. തിരുമന്ത്രം വായിച്ചിട്ടുള്ളവർ ഏതാനും ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. തിരുമന്ത്രം തിരുമൂല നായനാറാണ് അത് രചിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ കൃതിയിൽ നാദ പെരും പറയണേ എന്ന് ശിവനെ സംബോധന ചെയ്തിട്ടുണ്ട്. നാദ പെരും പറയണേ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അത് ഒരു തവണയല്ല, ഒരു 20 തവണയെങ്കിലും അങ്ങനെ ഭഗവാനെ സംബോധന ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? അത് പൊറൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹനശക്തി എന്നാണ് അർത്ഥം. പൊറൈ എന്ന് പറഞ്ഞാൽ സഹനശക്തി, സഹനശക്തി ഉള്ളവനെ എന്നാണ് വിളിച്ചത്. പെരും പൊറയനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വലിയ സഹനശക്തി ഉള്ളവൻ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മിക്കവാറും സമയമൊക്കെ അദ്ദേഹം നല്ല ധ്യാനത്തിലായിരിക്കും, നല്ല സംഗീതാത്മകമായ ആ ഒരു ചുറ്റുപാടിൽ അദ്ദേഹം ഇങ്ങനെ ലയിച്ചിരിക്കും, നാദസ്വരൂപിയായിട്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ വിളിച്ചത് നാദ പെരും പൊറയനെ എന്ന് വിളിച്ചത്. അപ്പൊ അത്രയും സഹനശക്തി അതൊക്കെ നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കൂ. അതുപോലെ തന്നെ നമുക്കും ഭഗവാനായി മാറാൻ പറ്റും. നാദ തനുമനിശം ശങ്കരം, നാദ തനുമനിശം ശങ്കരം നമാമി മേ മനസാ ശിരസാ. നാദ തനുവാണ് ഭഗവാൻ. ശരീരമാസകലം നാദം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. നാദം എന്ന് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ ഏറ്റവും ചെറിയ അംശമാണ്. നാദത്തിൽ നിന്നാണ് സ്വരങ്ങൾ ഉണ്ടാവുന്നത്, സ്വരങ്ങളിൽ നിന്നാണ് രാഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ രാഗങ്ങൾ നമ്മളെ എവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും പാട്ട് കേട്ടുകൊണ്ടിരുന്നതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഗങ്ങളിലാണ്. ആ നാദസ്വരൂപിയായ ഭഗവാനെയാണ് നമ്മളിവിടെ പാട്ടിലൂടെ ആലപിച്ച് കൊണ്ടിരിക്കുന്നത്. ഓംകാരനാദാനു സംധാന മൗഗാനമേ ശങ്കരാഭരണമോ. ഓംകാരനാദത്തെ അനുസന്ധാനം ചെയ്യുന്നവൻ ശങ്കരന്റെ ആഭരണമായി മാറുന്നു. ഓംകാരനാദത്തെ, ഈ സംഗീതത്തെ അനുസന്ധാനം ചെയ്യുക, അതിനെ പിന്തുടർന്നു പോകുന്നവൻ ഒന്നും ചെയ്യണ്ട, വേറെ ഒന്നും പഠിക്കണ്ട, വലിയ വലിയ ആധ്യാത്മിക കാര്യങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ചുമ്മാ സംഗീതം. വരസപ്തസ്വര എന്നാണ് പറയുന്നത്. ആ സപ്തസ്വരങ്ങളെയാണ് ഭഗവാൻ എടുത്ത് ആഭരണമാക്കിയിരിക്കുന്നത്, ശങ്കരാഭരണം. നാദത്തിൽ നിന്ന് സ്വരങ്ങളുണ്ടായി, സ്വരങ്ങളിൽ നിന്ന് രാഗങ്ങളുണ്ടായി. സരിഗമപധനി വരസപ്തസ്വര സരിഗമ എന്ന് ഉച്ചരിച്ചാൽ മതി, ഭഗവാൻ അവിടെ വരും. അതാണ് സംഗീതം പഠിച്ചവർക്കുള്ള ഒരു പ്രത്യേകത. അവര് എപ്പോഴും ഈ നാദത്തിൽ ലയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവര് ക്ഷേത്രത്തിൽ പോയില്ല പോലും നാദത്തെ അനുസന്ധാനം ചെയ്യുന്നതുകൊണ്ട്
അവര് ഏത് സമയത്തും ഭഗവാനോട് അടുത്തിരിക്കുകയാണ്. ബ്രഹ്മമായിട്ടുള്ള ഭഗവാനോട്. രാഗത്തിന് തമിഴ് സംഗീതത്തിൽ ഒരു പേരുണ്ട്, പൺ എന്നാണ് പേര്. പൺ. രാഗങ്ങളെ കൈകാര്യം ചെയ്യുന്നവന് മറ്റൊരു പേരുണ്ട്, പാണൻ. പാണൻ രാഗങ്ങളെയാണ് കൈകാര്യം. പാട്ടുന്നു പാടുന്നേ പാണനാര്, പൈപ്പാല് പോലുള്ള നാടൻ പാട്ട്. എങ്ങനെയിരിക്കുന്നത്? പൈപ്പാല് പോലെ, പശുവിന്റെ പാല് പോലെ, അത്ര മധുരതരം, അത്ര രുചികരം. അതാണ് പൺ അഥവാ രാഗം കൈകാര്യം ചെയ്യുന്നവന്റെ പ്രത്യേകത. വെറുതെ രാഗത്താണ്. സംഗീതം പഠിച്ചാൽ മതി. സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വയം നാദസ്വരൂപിയായിട്ട് മാറും. ദിവസവും സംഗീതത്തെ സാധകം ചെയ്യുക, അതിനെ അനുസന്ധാനം ചെയ്യുക. അങ്ങനെ അനുസന്ധാനം ചെയ്തു കഴിഞ്ഞാൽ ആ നാദത്തിലൂടെ നമ്മൾ ഈശ്വരനെ ഓരോ അംശത്തിലും കണ്ടുകൊണ്ടിരിക്കും. ഓരോ അംശത്തിലും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ വലിയ സാഹിത്യ കൃതികൾ, രാമായണം, ഭാഗവതം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ പാരായണം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഇത് മാത്രം പാടിയാൽ മതി. ദിവസം ഭഗവാന്റെ അടുത്ത് ചുളുവിലെത്താം. അതാണ് നാദാനു അനുസന്ധാനമേ. ഓംകാരനാദാനു സന്ധാനമോ ഗാനമേ ശങ്കരാഭരണമോ. അങ്ങനെ നമ്മള് ഈ നാദത്തെ അനുസന്ധാനം ചെയ്യുന്ന ഓരോ വ്യക്തിയും എവിടെയാണ് എത്തിച്ചേരുന്നത്? ഭഗവാനിലാണ്. അപ്പൊ ഭഗവാൻ എവിടെ വരും? സ്വന്തം മുന്നിൽ വരും. നമ്മുടെ ശരീരത്തിൽ കൂടിയുള്ളത്. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. പണ്ട് പാക്കനാൻ എന്ന് പറയുന്ന ഒരു ഭക്തൻ, അദ്ദേഹം ഇങ്ങനെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്ന് പറയുന്ന വലിയ വേദ പണ്ഡിതന്മാരാണ്. അപ്പൊ അവരിങ്ങനെ കാശിക്ക് പോകും. അപ്പൊ പാക്കനാരിങ്ങനെ കുറവും വട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുക. അപ്പോ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മറ്റേ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ പറഞ്ഞു, ഞങ്ങൾ കാശിക്ക് പോകുന്നു. ഓ, അങ്ങനെയാണെങ്കിൽ ആ ഗംഗയുടെ പരിസരത്തൂടെ കാണും പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കൊച്ചു വടിയുണ്ട്, ഇതൊന്ന് മുക്കി പരിശുദ്ധമാക്കി കൊണ്ടുവരണം. പിന്നെന്താ, നീ തന്നാ മതി, പാക്കനാരിക്ക് തന്നാ മതി. അങ്ങനെ അവിടെയും വാങ്ങിച്ചു. അവർ പോയി ഗംഗയിൽ കൊണ്ട് മുക്കി, വടി കയ്യിൽ നിന്നങ്ങ് പോയി. തിരിച്ചു വന്നു. പാവം പാക്കനാരവിടെ കാത്തു നിൽക്കുക. പരിശുദ്ധമായി കിട്ടിയ ആ വടി കൊണ്ട് ഇനി ജീവിക്കാമല്ലോ, വടിയൊക്കെ ഒന്ന് ഇങ്ങനെ പോകാമല്ലോ. അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോ ഇവര് വെറും കൈയോടെ വരുന്നു. അപ്പൊ പാക്കനാരി ചോദിച്ചു, ആർവാഞ്ചേരി തമ്പ്രാക്കളെ ഇവിടെ പോയി, വടി എവിടെ? അപ്പൊ അവര് പറഞ്ഞു, വടി നഷ്ടപ്പെട്ടു, ഗംഗയിൽ പോയി. അത്രേ ആയിക്കോട്ടെ. അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു കുളത്തിലോട്ട് ചെന്നു. പിന്നെ എന്റെ വടി ഇനി വന്നേക്കണം, എനിക്കിത് കുത്തി മാത്രമേ ഇതിനെ കൂടെ പോകാൻ പറ്റൂ. ആ വെള്ളത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ആ വടി പൊങ്ങി. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ, പരമഭക്തന്മാരായിട്ടുള്ള ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അന്തം വിട്ടുപോയി. ഇതെന്താണ് കാര്യം? പാക്കനാര് വടി കൊടുത്തു, നമ്മുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി. ആ വരുന്നു ഈ കൊച്ച് കുളത്തിൽ നിന്ന്. അവര് പാക്കനാരെ സാഷ്ടാംഗം താമസിച്ചു. അപ്പൊ ഈ കഥകളൊക്കെ നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന കഥകളാണ്. ഭഗവാൻ അങ്ങനെ സഹനശക്തിയായിട്ട് ഈ നാടിന്റെ തുടിതാളമായിട്ട്, രാഗമാലികയായിട്ട്, പറയനായിട്ട്, പാണനായിട്ട്, തുടിയനായിട്ട് ഈ
നാടിൻ്റെ ഐശ്വര്യമായിട്ട് നിലകൊള്ളും. ശിവശങ്കരനെ അറിയുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, വലിയ പ്രയാസം. അതിന് നമ്മുടെ ഈ നാട്ടിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു കഥയുണ്ട്. ഇന്ന് വരെ ആരും കണ്ടുപിടിക്കാത്തൊരു കാര്യമാണ് ചിദംബര രഹസ്യം. ചിദംബരം ക്ഷേത്രത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ഇതുവരെയും ആർക്കും അറിയില്ല. ചിദംബരം ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലൊന്നാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ജാതി എന്ന് പറയുന്ന ഒരു നീരാളിപ്പിടുത്തത്തിലാണ്. ജാതി സമ്പ്രദായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ജാതി എങ്ങനെയാണ് വരുന്നത് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യം എന്ന് പറഞ്ഞാൽ ജന്മമാണ്. ജന്മം എവിടെ നിന്ന് ജനിക്കുന്നു, എങ്ങനെ ജനിക്കും, അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. 8 വിധത്തിലാണ് ഇവിടെ ഈ ഭൂമിയിൽ ജന്മം ഉണ്ടാകുന്നത്. ഒന്നാമത്തത് ജരായുധം. ജരായുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് ഉണ്ടാകുന്നത്. അടുത്തത് അണ്ടജം, മുട്ട പൊട്ടി ഉണ്ടാകുന്നത്. പിന്നീട് സ്വേദജം, വിയർപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുണ്ടാകുന്നത്. പിന്നെ പൊട്ടിമുളച്ച് ഉണ്ടാകുന്നത് നമ്മുടെ ഈറ്റ, മുള, കരിമ്പ്, ഇങ്ങനെ. അപ്പോ ജന്മം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രീതിയായിരിക്കും. അടുത്തതാണ് ജാതി. ജാതി എന്ന് പറഞ്ഞാൽ ജന്മത്തിൽ നിന്ന് ഉടലെടുക്കുന്നത്. ഇപ്പോൾ പ്രസവിച്ചുണ്ടാകുന്നത് അതാണ് ജരായുജം. ജരായുജത്തിൽ നിന്ന് അനവധി ജന്മങ്ങളുണ്ട്. മനുഷ്യനുണ്ട്, പിന്നെ മൃഗങ്ങളുണ്ട്, അങ്ങനെ ധാരാളം. അപ്പോൾ ജാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് മാത്രമേ പറയാവൂ. മനുഷ്യൻ അല്ലാതെ ഒരു ജാതിയില്ല. ജന്മത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു വിഭാഗമാണ് മനുഷ്യജാതി. മനസ്സിലായി? അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഈ ജാതി 2ആയിട്ട് മാറും. ഒന്ന് ആണ്, അടുത്തത് പെൺ.
ആണും പെണ്ണും. അപ്പൊ ജാതി മനുഷ്യനാണ്, പക്ഷെ അതിൽ ആണും പെണ്ണുമായിട്ട് രണ്ട് വ്യക്തികളാണ് രൂപപ്പെടുന്നത്. അപ്പൊ വ്യക്തികൾക്കുള്ള പ്രത്യേകത എന്താണ്? അതല്ല ഇത് എന്ന് തിരിച്ചറിയണം. ഇപ്പൊ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അത് പുരുഷനല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്തൊക്കെ വേഷം മാറിയാലും സ്ത്രീ സ്ത്രീയും പുരുഷൻ പുരുഷനുമായിരിക്കും. അതാണ് വ്യക്തിത്വം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പൊ വ്യക്തികൾക്ക് എന്ത് ചെയ്യും? സന്തതി പരമ്പരയൊക്കെ സന്തതികൾ ഉണ്ടാകത്തില്ല, ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആൾക്കാർ വരും. ഒരാൾക്ക് സംഗീതമാണ് ഇഷ്ടം, മറ്റൊരു കാണുന്നുണ്ടെങ്കിൽ ആയുർവേദമാണ് ഇഷ്ടം, വേറൊരാൾക്ക് കളരിപ്പയറ്റാണ് ഇഷ്ടം. അപ്പൊ ഇങ്ങനെ പല ഇഷ്ടക്കാരായിട്ടുള്ള ആൾക്കാര് ഒരു അമ്മയ്ക്കും അച്ഛനും ജനിക്കും. അങ്ങനെ ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ ഒരുപാട് അച്ഛനമ്മമാർക്ക് ജനിക്കുമ്പോൾ ഒരേ സ്വഭാവക്കാർ വരും. സംഗീതം ഇഷ്ടപ്പെട്ടവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പാകും. ഇപ്പൊ ഞങ്ങൾ കണ്ടില്ലേ, സംഗീതം കൈകാര്യം ചെയ്യുന്നവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പാകും കേട്ടോ. ഇനി നെയ്ത്തുകാർ, അവരൊരു ഗ്രൂപ്പായിരിക്കും. അധ്യാപകർ, അവർ മറ്റൊരു ഗ്രൂപ്പായിരിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിയും മനുഷ്യർ. അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ, അവരുടെ അഭിരുചികൾ അതിനടിസ്ഥാനമായിട്ട് അങ്ങനെ മനുഷ്യര് കൂട്ടം കൂടുമ്പോൾ എന്തുണ്ടാവും? ഒരേ രീതിയിലുള്ള ഒരേ മനസ്സുള്ള ആൾക്കാർ കൂട്ടം ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് സമുദായം. ഉണ്ടാവും സമുദായം. ഒരേ മനസ്സുള്ളവർ, ഒരേ പ്രവൃത്തിയുള്ളവർ, ഒരേ ചിന്തയുള്ളവർ ഒരുമിച്ച് കൂടുമ്പോൾ സമുദായം ഉണ്ടാവും. സമുദായത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? വീണ്ടും വീണ്ടും പൊട്ടിമുളയ്ക്കും, പൊട്ടിമുളച്ചുകൊണ്ടേയിരിക്കും. ഒരു സമുദായം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പൊട്ടിമുളച്ച് മറ്റ് അനവധി സമുദായങ്ങളുണ്ടാവും. അങ്ങനെ പൊട്ടിമുളയ്ക്കുന്നത് കൊണ്ട് പറയുന്ന പേരാണ് വംശം. സൂര്യവംശം, ചന്ദ്രവംശം, ഇങ്ങനെ പറയുന്നത് ഇതാണ്. ഇനി അടുത്തതാണ് കുലം. കുലവും ഇത് തന്നെ, ഒരേ രീതിയിലുള്ള ഒരേ മനസ്സുള്ള ആൾക്കാർ. അങ്ങനെ അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഘടന. ഇപ്പൊ ഇന്ന് നമ്മൾ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദായത്തെയാണ്. പക്ഷെ ശരിക്കും എന്താണ്? മനുഷ്യനാണ് ജാതി. പക്ഷിയാണെങ്കിൽ പക്ഷിയായിരിക്കും ജാതി, മൃഗമാണെങ്കിൽ മൃഗമായിരിക്കും ജാതി, വൃക്ഷങ്ങളാണെങ്കിൽ വൃക്ഷമായിരിക്കും ജാതി, പ്ലാവ്, മാവ്, തെങ്ങ്, കണ്ടില്ലേ? അതാണ് ജാതി. മനസ്സിലായി? നമ്മളിപ്പോൾ പറയുന്നത് ഈ ആൾക്കാർ കൂട്ടം കൂടി ഇങ്ങനെ ഇരിക്കുന്നവരെയാണ് നമ്മൾ പറയുന്നത് സമുദായത്തെയാണ്, അല്ലെങ്കിൽ വംശത്തെയാണ് നമ്മൾ പറയുന്നത് ജാതി എന്ന് പറയുന്നത്. പക്ഷേ അപ്പോ ഒരു 4000 വർഷം മുമ്പ് നമ്മൾ ഈ ഇരിക്കുന്ന തമിഴ്, ഇത് കോടാനുകോടി വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഇത് പള്ളിമന്ദേശം, നമ്മുടെ പൂർവികരും അവരെ പൂർവികരും അങ്ങനെ കോടാനുകോടി വർഷങ്ങളായിട്ട് ഇവിടെ മനുഷ്യരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 10,000-4000 വർഷം നമ്മൾ പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ തെക്കേ ഇന്ത്യക്ക് ഒരു പേരുണ്ട്, കരുനാട്. കരുനാടകം എന്ന് വെച്ചാൽ അന്നത്തെ മനുഷ്യരുടെ നിറം കറുപ്പായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇളം കറുപ്പും കടും കറുപ്പുമുള്ള വർണ്ണമുള്ള ആൾക്കാരാണ് ഈ തെക്കേ ഇന്ത്യയിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് കരുനാടകം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായ സംഗീതമുണ്ട്, അവിടെ ഉണ്ടായ സാഹിത്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ കർണാടക സംഗീതം എന്ന് പറയുന്നത്. മനസ്സിലായത്? അപ്പോ അവിടെ എങ്ങനെയാണ്? തൊഴിലാണ് പ്രധാനം. തൊഴിൽ ഓരോ തൊഴിൽ ചെയ്യുന്നവർ ഓരോ ഗ്രൂപ്പാവും. അധ്യാപനം ചെയ്യുന്നവർ ഒരു ഗ്രൂപ്പ്, പൂജ ചെയ്യുന്നവർ മറ്റൊരു ഗ്രൂപ്പ്. ഇനി ഈ അധ്യാപനമൊക്കെ വിട്ട് വലിയ മുനികളായിട്ട് ഈ ലോകത്തെ തന്നെ, ലോകം ഒക്കെ ഒന്ന് വിട്ടു നിൽക്കണം എന്ന് ആഗ്രഹിച്ച് മൗനമായിരുന്നു കൊണ്ട് നമുക്ക് ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചു തരുന്ന ആൾക്കാരുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് അന്തണർ.
അന്തണർ എന്ന വാക്കിന്റെ അർത്ഥം മുനികൾ എന്നാണ്. അന്തണർ പറഞ്ഞാൽ നമ്മൾ വെളുത്ത ബ്രാഹ്മണരും കറുത്ത ബ്രാഹ്മണരും ഉണ്ട്. അതിൽ വെളുത്ത ബ്രാഹ്മണരെ അല്ല അന്തണർ എന്ന് പറയുന്നത്, കറുത്ത മനുഷ്യരിൽ ഏറ്റവും ഉയർന്ന മുനികളെയാണ് പറയുന്നത്. നമ്മുടെ കന്യാകുമാരി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രതിമ നിൽപ്പുണ്ട്. ആരുടെയാണെന്നറിയോ? തിരുവള്ളുവർ. തിരുവള്ളുവര് അന്തണനാണ്. അദ്ദേഹം വെളുത്ത മനുഷ്യനല്ല, അദ്ദേഹം കറുത്ത മനുഷ്യനാണ്. അദ്ദേഹം എഴുതിയ മഹാഗ്രന്ഥമാണ് തിരുക്കുറൾ. ആ തിരുക്കുറൾ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി അദ്ദേഹം അറിയുന്നത് ബെർണാഡ് ഷായിൽ നിന്നാണ്. ഈ തിരുക്കുറളിന്റെ ഒരു കുറൾ എടുത്തിട്ട് അദ്ദേഹം ഒരു മാഗസിനിൽ ഇറക്കി. അന്ന് ഗാന്ധി, മഹാത്മാഗാന്ധി അന്ന് ആഫ്രിക്കയിൽ വക്കീലായിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം ഈ ബെർണാഡ് ഷായുടെ ഈ ലേഖനം കണ്ടു. അത് കണ്ടപ്പോൾ ഇദ്ദേഹം അന്തം വിട്ടുപോയി. ഭഗവത്ഗീത അറിയാം, ഭാഗവതം അറിയാം, ഹിന്ദു പുരാണങ്ങളെല്ലാം അറിയാം, ബൈബിൾ അറിയാം, ഖുർആൻ അറിയാം, എല്ലാം അറിയാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം ഇതാ വന്നിരിക്കുന്നു. അദ്ദേഹം ബെർണാഡ് ഷായ്ക്ക് ഉടനെ എഴുതി, അങ്ങയെ ഞാൻ എൻ്റെ ഗുരുവായി സ്വീകരിക്കുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചൊരു കത്തെഴുതി, ഇത് എൻ്റെ സ്വന്തമല്ല, നിങ്ങളുടെ നാട്ടില് തെക്കേ ഇന്ത്യയില് തിരുവള്ളുവർ എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരുക്കുറൾ എന്ന് പറയുന്ന ആ കൃതിയിൽ നിന്നും എടുത്ത ഒറ്റ കുറളാണ് ഞാനെടുത്ത് വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൊത്തം 10,000 കുറളുള്ള ആ ഗ്രന്ഥം വായിച്ചാലത്തെ സ്ഥിതി എന്താവും? ഗാന്ധിക്ക് തന്നെ അതിശയം തോന്നി, ഇങ്ങനൊരു ഗ്രന്ഥം ഇവിടെ ഉണ്ടോ? അതായത് നമ്മുടെ വാമനൻ 3 അടി കൊണ്ടാണ് നമ്മുടെ ത്രിലോകങ്ങളെയും അളന്നത്. തിരുവള്ളുവർ എന്ത് ചെയ്യുമെന്നറിയാമോ? 1.25 അടി കൊണ്ട് അളന്നു. 1.25 അടി കൊണ്ട് ഈ ഭുവനങ്ങൾ അത്രയും അളന്നു തിരുവള്ളുവർ. ഒന്ന് വായിക്കണമല്ലോ ഈ ഗ്രന്ഥം. ഞാനിത് ഒരു ഗുരുനാഥനിൽ നിന്ന് കൃത്യമായി പഠിച്ചതാണ്. അദ്ദേഹത്തിന് എനിക്ക് ഇതിനുള്ള താല്പര്യമൊക്കെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ഇത് പഠിക്കണം, തിരുക്കുറൾ പഠിക്കണം, തിരുവാചകം പഠിക്കണം, തിരുമന്ത്രം പഠിക്കണം, എല്ലാ ഗ്രന്ഥവും, തൊൽക്കാപ്യം പഠിക്കണം, 10 പുറനാനൂറ്, അകനാനൂറ്, ഇങ്ങനെ അനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു. അപ്പൊ അതില് ഈ തിരുവള്ളുവറിന്റെ തിരുക്കുറൾ വളരെ വിശേഷപ്പെട്ടതാണ്. ഒരു കുറൾ എടുത്താൽ നമുക്കൊരു 10 ദിവസം ഇരുന്ന് പറയാം. അതാണ് തിരുക്കുറൾ. അതാണ് കുറൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. കൊച്ചു ഈരടി, അതാണ് കുറൾ. അപ്പൊ അങ്ങനെ ഇവരെല്ലാം കുടി സമ്പ്രദായം എന്ന് പറയുന്ന മറ്റൊരു സമ്പ്രദായത്തിൽ നിന്ന് വരും. ഈ തെക്കേ ഇന്ത്യയിലെ ജനങ്ങൾ ഒരു 4000 വർഷം മുമ്പ് നമ്മുടെയൊക്കെ പൂർവികന്മാര് ജാതി സമ്പ്രദായത്തിലല്ല, കുട്ടി എന്ന് പറയുന്ന സമ്പ്രദായത്തിലാണ്. കുട്ടി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ തൊഴിലധിഷ്ഠിതമാണ്. അപ്പൊ അതിൽ ഒന്നാം നിരയോ 2ാം നിരയോ ഒന്നുമില്ല. അന്തണന്മാര് എന്ന് വെച്ചാൽ വിരക്തരായിട്ടുള്ള തിരുവള്ളുവർ മാതിരി ഉള്ള ആൾക്കാർ. അടുത്തത് മറയൂറുകൾ, അതായത് അധ്യാപകർ. അടുത്തത് പുലവർകൾ, പണ്ഡിതന്മാർ, ഉപദേശകർ. അടുത്തത് മന്നന്മാർ, പിന്നീട് കർഷകർ. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ മന്നന് നമ്മൾ അവൻ സംബോധന ചെയ്യുന്നത്. പക്ഷെ ഒരു പുലവരെ, ഒരു പണ്ഡിതനെ നമ്മൾ അവർ സംബോധന ചെയ്യും. അപ്പോൾ വിദ്യാഭ്യാസം, വീരം, കൃഷി, ഇങ്ങനെ വിവിധ തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാമായിരുന്നു, എല്ലാവർക്കും ഭൂമി ഉണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അകൽച്ചയും ഇല്ലായിരുന്നു. അങ്ങനെ തെക്കേ ഇന്ത്യയിലെ ഒരു വലിയ ക്ഷേത്രം ചിദംബരം. ആ ചിദംബരത്തിന്റെ രഹസ്യം അറിയുക എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ചിദംബര രഹസ്യം ഇന്നും വെളിപ്പെടാത്ത ഒരു സംഗതിയാണ് ചിദംബര രഹസ്യം. അവിടെ 63 നായനാർമാരുണ്ട്. 63 നായനാർ എന്ന് വെച്ചാൽ ശിവഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ. നമ്മുടെ ശിവന്റെ അമ്പലത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ നായനാർമാര്
അങ്ങേയറ്റം പ്രത്യേകതയുള്ളവരാണ്. അതുകൊണ്ടാണ് ആ നായനാരുടെ കാര്യം ഇവിടെ പറയാനായിട്ട് എനിക്ക് മനസ്സിൽ തോന്നിച്ചത്. ഞാൻ വേറെ പല കാര്യങ്ങളോ പറയണമെന്ന് വിചാരിച്ചത്. അപ്പൊ ഇതിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. 63 നായനാർമാരുടെ കഥയൊന്ന് പറഞ്ഞേക്കണേ എന്ന്. അപ്പൊ 63 നായനാർമാർ, ഇവരെല്ലാം ശിവപെരുമാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തന്മാരാണ്, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭക്തന്മാരാണ്. അവരില് അന്നത്തെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ജാതിയല്ല, കുട്ടിയാണ്. തൊഴിലധിഷ്ഠിതമായി എന്ത് ജോലിയും ചെയ്യാം, ഏത് ജോലിയും ചെയ്യാം, എല്ലാ സ്വാതന്ത്ര്യവും തന്നിരുന്ന ഒരു സമയം കുട്ടി സമ്പ്രദായം. അതില് 63 നായനാർമാരില് ആരൊക്കെ ഉണ്ടെന്നറിയാമോ? ഉറവരുണ്ട്, വേടരുണ്ട്, പാണരുണ്ട്, പറയരുണ്ട്, മീനവരുണ്ട്, വേളാറുകളുണ്ട്, വേലരുണ്ട്, ഉഴവരുണ്ട്, ആയറുകളുണ്ട്, അന്തണരുണ്ട്, വാണിയറുകളുണ്ട്, ചാന്നാന്മാരുണ്ട്, ചേകോർമാരുണ്ട്, ചക്കാലന്മാരുണ്ട്, മന്നവർമാരുണ്ട്, കവികളുണ്ട്, പുലവറുകളുണ്ട്. ഒരു വല്ലാത്തൊരു സമ്പ്രദായമാണ്. വളരെ മനോഹരമായി സ്വതന്ത്രമായിട്ട് നമുക്ക് ഭഗവാനെ സ്തുതിക്കാനും ഏത് ക്ഷേത്രത്തിലും പോയി നേരിട്ട് പൂജ ചെയ്യാം. നമ്മൾ ദൂരെ ഒന്നും മാറിയിരിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു ബിംബം അവിടെ ഇരിക്കുന്നു, നമുക്ക് നേരിട്ട് പൂജ ചെയ്തിട്ട് പോകാം. അവിടെ സ്വതന്ത്രരായി മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു 4000 വർഷത്തിന് മുമ്പിലുള്ളത്. അവിടെയാണ് ആര് ജീവിച്ചിരുന്നത്? ഈ 63 നായനാർമാർ. അപ്പൊ നമുക്ക് ഇതിനിടയ്ക്ക് ഭഗവാന്റെ ഒരു അർദ്ധ നാരീശ്വരൻ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പകുതി പാർവതീ ദേവിയാണ്. അപ്പൊ നമ്മൾ ഭഗവാനെ പറയുമ്പോഴത്തേക്ക് പാർവതീ ദേവിയെ സ്തുതിക്കാതെ പോകുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് ഒരു ഗാനം ഹേ ശിവശങ്കരി എന്ന് പറഞ്ഞു.